ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ആ പൈതൃകം, ആ തറവാട് വളരെ മാന്യമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വരും തലമുറയ്ക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നവോത്ഥാനത്തിൻ്റെ അകത്ത് പറയുമ്പോഴത്തേക്ക് വേലായുധ പണിക്കരെ എങ്ങും ആരും അംഗീകരിച്ച് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നവോത്ഥാനം തുടങ്ങുന്നത് ശില്പി ആദ്യത്തെ കല്ല് പാകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അദ്ദേഹത്തിൻ്റെ തറവാട് ശുഷ്കിച്ച് നശിച്ച് വല്ലാത്തൊരവസ്ഥയൊക്കെ എടുക്കുകയാണ്. ആ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നുള്ളത് 2. അദ്ദേഹം വിപ്ലവകരമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. കളരി, സവർണരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി കളരി, അതേപോലെ തന്നെ കഥകളി, ജനകീയമൊക്കെ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. കഥകളി, കളരി, അതേപോലെ ആയോധനയ്ക്കുള്ള കളരി, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തൊരു സ്കൂളുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച സ്കൂളാണ്, അന്ന് കളരിയാണത്. ആ സ്കൂളിന് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പേര് നൽകണമെന്നുള്ളത്.